ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിലാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗരത്തിന് സമീപമുള്ള പ്രധാനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണിത്. അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. സന്താനഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപദേവനായി ഗണപതി മാത്രമേ ഈ ക്ഷേത്രത്തിലുള്ളൂ. ഈ ക്ഷേത്രം 1921കളിൽ വന്ന തീപിടുത്തത്തിൽ നശിച്ചുപോയിട്ട് പിന്നീട് പുനരുദ്ധരിക്കുകയായിരുന്നു. അങ്ങനെ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി 8 ദിവസം വീതം നീണ്ടുനിൽക്കുന്ന 3 കൊടിയേറ്റുത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇത് വലിയൊരു പ്രത്യേകതയാണ്. ഇവയിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനം. ഇവയിൽ കുംഭമാസത്തിലെ ഉത്സവം പറയെടുപ്പിന് മാത്രം നടത്തുന്നതാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഈ 3 ഉത്സവങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, ധന്വന്തരി ജയന്തി, ദീപാവലി, മേടമാസത്തിൽ വിഷു, തുലാമാസത്തിൽ 9-ാം ദിവസം, കുംഭമാസത്തിൽ ഉത്രം നാളിൽ നടക്കുന്ന പിറന്നാൾ മഹോത്സവം, വൈശാഖ പുണ്യമാസം, വൈകുണ്ഠ ഏകാദശി എന്നിവയും ആഘോഷിച്ചു പോരുന്നു. എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ച, ജന്മനക്ഷത്ര ദിവസം, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനം. ഐതിഹ്യം: ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവകഥ. ആ കഥ ഇങ്ങനെ പോകുന്നു. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി. തൻ്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പദിവസം തനിക്കൊപ്പം താമസിക്കുവാൻ അനുവദിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി വരികയുണ്ടായി. തൻ്റെ 9-ാമത്തെ കുട്ടിയാണിതെന്നും മുമ്പുണ്ടായ 8 പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇനി ഇതുപോലെ പ്രശ്നമുണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു. 10-ാമത്തെ കുട്ടിയും മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അർജുനൻ തൻ്റെ കുട്ടിയെ രക്ഷിക്കുമെന്നു ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു. അതനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറി. അവസാനം ബ്രാഹ്മണ പത്നി വീണ്ടും പ്രസവിച്ചു. എന്നാൽ ഇത്തവണയും കുട്ടി മരിച്ചു. ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ ഓടിച്ചുവിടുകയുണ്ടായി. ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തീക്കുണ്ഠം തീർത്ത് അതിൽ ചാടാൻ തയ്യാറായി. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു. അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായി. തൻ്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് 10 കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ചു ഭൂമിയിലേക്ക് വരികയും ആ കുട്ടികളെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്തു തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുള്ളത്. അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ സന്താനഗോപാല അർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഗുണകരമാണെന്ന് വിശ്വാസമുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുഗ്രഹമാണെന്നും കുട്ടികൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കുവാൻ നല്ലതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാൻ പൂർണ്ണത്രയീശൻ എന്നറിയപ്പെട്ടു. കൊച്ചിയിലെ രാജകുടുംബമായ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കുലദൈവമാണ് പൂർണ്ണത്രയീശൻ. തൃപ്പൂണിത്തുറയിൽ തന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിൽ പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠയുണ്ട്.
പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ പരദേവതകളെ മുഴുവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ് പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രം. അവയിൽ പൂർണ്ണത്രയീശനും പഴയന്നൂരമ്മയ്ക്കുമാണ് ഏറ്റവുമധികം പ്രാധാന്യം. കൂടാതെ ചോറ്റാനിക്കരയമ്മ, കൂടൽമാണിക്യസ്വാമി, തിരുവഞ്ചിക്കുളത്തപ്പൻ, ഹനുമാൻ, ഗണപതി എന്നിവർക്കും പ്രതിഷ്ഠകളുമുണ്ട്. ഇവിടെ നിത്യപൂജകളും നടത്തിവരാറുണ്ട്.